വെൽക്കം ടു സ്പിരിറ്റ് ഓഫ് കേരള 2024. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സുസ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വോയിസ് ഓഫ് കരൂർ എന്നൊരു ഗാനമേള ട്രൂപ്പിനെ പറ്റിയാണ്. വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഈ ഒരു ഗാനമേള ട്രൂപ്പിൻ്റെ ഓരോരോ അനുഗ്രഹീത കലാകാരന്മാരെയും നമുക്ക് ഒന്നൊന്നായി പരിചയപ്പെടാം. ഹലോ, എൻ്റെ പേര് മേഘ മധു. ഞാൻ വോയിസ് ഓഫ് കരൂരിൻ്റെ ഒരു ഫീമെയിൽ സിംഗറാണ്. ഈ പരിപാടിയിൽ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൻ ചേട്ടൻ വീട്ടിൽ വന്നിട്ട് ഇൻവൈറ്റ് ചെയ്തായിരുന്നു. ഇങ്ങനെ ഓണപരിപാടി ഉണ്ട്, കുറച്ച് പാട്ട് അറിയുന്ന ആൾക്കാരുമായിട്ട് ഒരു സംരംഭം തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്തു, പാട്ട് പാടി. ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ കുറേ പരിപാടി ഞങ്ങൾക്ക് കിട്ടി. ഇനിയും എനിക്ക് തോന്നുന്നു കുറേ പരിപാടി ഞങ്ങളുടെ കഴിഞ്ഞു, ഇനിയും ഉണ്ട് പാട്ട് പാടാനുണ്ട്. സോ എക്സൈറ്റഡ് ആണ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് തന്നെ ഭാഗ്യം തന്നെയാണ്. ഞാൻ പാടുന്ന കാരണം അപ്പയാണ് എല്ലായിടത്തും കൊണ്ട് നടത്തുന്നത്. അപ്പയായാലും അമ്മയായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു ഫാമിലി പോലെയാണ് ഞങ്ങളെല്ലാവരും. ഇനി ഇതേപോലെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ഗ്രീഷ്മ ഷാജി. ഞാൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനമേള ഗ്രൂപ്പായ വോയിസ് ഓഫ് കരൂരിലെ അംഗമാണ്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളത്, ഞങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാവരും തന്നെ ഞങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ടീവും കെയറിങ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ട്രൂപ്പിൽ എനിക്കൊരു അംഗമാകാൻ പറ്റിയത് തന്നെ. പിന്നെ ഞാൻ ഇതിൽ വന്നത് നമ്മുടെ മധുവങ്ങളാണ് എന്നെ ക്ഷണിച്ചത് തന്നെ. ഞാൻ അതുകൊണ്ട് തന്നെ അങ്കിളിന് ഏറ്റവും കൂടുതൽ താങ്ക് യു പറയുന്നു, ആൻറ്റിക്കും താങ്ക് യു പറയുന്നു. പിന്നെ അങ്കിളുടെ മകൾ മേഘ ആയാലും ഞാൻ സന്തോഷമാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വരുമ്പം എനിക്ക് നല്ല ടെൻഷനായിരുന്നു, എങ്ങനെ ആയിരിക്കും എല്ലാവരും എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിലല്ല, ഞങ്ങളൊരു ഫാമിലി എന്നുള്ള രീതിയാണ്. അതാണ് ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം മേഘയായാലും ഇവിടെ വന്നിട്ടുള്ള ഒരു പരിചയം പോലെ അല്ല ഞങ്ങൾ മുന്നേ നല്ലൊരു കൂട്ടുകാരെന്നുള്ള രീതി തന്നെയാണ്. നല്ല കെയറിങ് ആയാലും സപ്പോർട്ടായാലും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തന്നെ. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വോയിസ് ഓഫ് കരൂരിലെ ഒരു അംഗമാണെന്ന് പറയാൻ തന്നെ. താങ്ക് യു. നമസ്കാരം, ഞാൻ സൈൻ, വോയിസ് ഓഫ് കരൂരിലെ ഒരു ചെറിയ കലാകാരനാണ്. ഈ കഴിഞ്ഞ ഓണത്തിനാണ് ഞങ്ങൾ ഈ വോയിസ് ഓഫ് കരൂർ കുറിച്ച് വരുന്നത്. അതിൽ ചെറിയ രീതിയിൽ ഒരു പാടാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു 4-5 സ്റ്റേജുകളിൽ പാട്ട് പാടാനും അത് പെർഫോം ചെയ്യാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 4 പേര് പാടണം. പ്ലാവിലെ കുന്തളികയിൽ പാൽപായസ ചോറുന്നുവാൻ പിന്നെയും പൈതലാൽ കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ നീയുമീ തൊടികളിൽ ഇളവേൽക്കാനോകം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പുന്തന്തിലേ. താങ്ക് യു. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വോയിസ് ഓഫ് കരൂരിൻ്റെ അനുഗ്രഹീത ഗായകനായ കൃഷ്ണകുമാറിനെയാണ്. നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണകുമാർ.
ഞാൻ വോയിസ് ഓഫ് കരൂരിൻ്റെ ഭാഗമാണ്. പ്രാരംഭ ഘട്ടം മുതൽ വോയിസ് ഓഫ് കരൂരുമായി ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു. ഇത് വോയിസ് ഓഫ് കരൂർ എന്ന് പറഞ്ഞൊരു ട്രൂപ്പിലേക്ക് എത്തിച്ചേർന്നത് പ്രിയ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്നൊരു ഇങ്ങനൊരു ഇതിന് തുടക്കം കുറിച്ചു. അത് പിന്നെ കരൂർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ചെറിയ രീതിയിൽ തുടങ്ങി. ഇന്നിപ്പോൾ വളരെ അനവധി വേദികളിലൂടെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് ശാസ്ത്രീയമായി അഭ്യസിക്കാതെ തന്നെ ഞാനും എൻ്റെ അനുജൻ ശ്രീകുമാറും ഇതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്നുണ്ട്. പാട്ട് ചെറിയ രീതിയിൽ പാടി നവമാധ്യമങ്ങളിലൊക്കെ ഇട്ട് ചെറിയ രീതിയിൽ പാടിക്കൊണ്ടിരുന്ന എന്നെപ്പോലെയുള്ള നിരവധി കലാകാരന്മാർ ഇതിൻ്റെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഊർജ്ജം പകരുന്നത് വോയിസ് ഓഫ് കരൂരിൽ ഞങ്ങളുടെ മാനേജറായിട്ടുള്ള ശ്രീ മൻലാൽ നമ്മുടെ സുഹൃത്താണ്. ഒപ്പം വളരെ സീനിയറായിട്ടുള്ള ഗായകരും നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. അവർ ഗാനമേള വേദികളിലൊക്കെ പാടിയിട്ടുള്ള, എന്നാൽ പ്രൊഫഷണലായി ഈ ഗാനവുമായി പോകുന്നതല്ലാത്ത ആൾക്കാരും നമ്മുടെ ഒപ്പം ഉണ്ട്. അവരുടെ ഗുരുനാഥന്മാരെ പോലെ കാണുന്ന അവരുടെ വാക്കുകളും അവർ തരുന്ന നിർദ്ദേശങ്ങളും ഒപ്പം ശ്രീ മധു ദാമോദരൻ അദ്ദേഹവും ചേർന്ന് ഉള്ളൊരു കോർഡിനേഷനാണ് ഇതിനെ ഏറ്റവും നമ്മളെ ഇതിലേക്ക് ആകർഷിക്കുകയും ഇത് കൂടെ നിർത്തുകയും ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വോയിസ് ഓഫ് കരൂരിൻ്റെ അനുഗ്രഹീത ഗായകനായ ശ്രീകുമാറിനെ പരിചയപ്പെടാം. ശ്രീകുമാർ വോയിസ് ഓഫ് കരൂരിലെ കൃഷ്ണകുമാറിൻ്റെ അനുജൻ കൂടിയാണ്. നമസ്കാരം എല്ലാവർക്കും. വോയിസ് ഓഫ് കരൂരിലെ ഒരു ഗായകനാണ് ഞാൻ. മോള് പരിചയപ്പെടുത്തിയതുപോലെ വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായത്. എൻ്റെ സുഹൃത്തും എൻ്റെ കളിക്കൂട്ടുകാരനുമൊക്കെയായ കണ്ണനാണ് എന്നെ ഈ ട്രൂപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അതുവരെ നമ്മൾ പല ഓണാഘോഷ പരിപാടികളിലും അതുപോലെ തന്നെ സ്കൂള് പഞ്ചായത്ത് തലങ്ങളിലൊക്കെ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ട്രൂപ്പിലേക്ക് വന്നപ്പോഴാണ് തികച്ചും എന്താ പറയുന്ന ഒരു തുറന്നു വിട്ട ഒരു പക്ഷിയെ പോലെ പാട്ടുകൾ കൂടുതലായിട്ട് കേൾക്കാനും ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും നല്ല നല്ല ഗാനങ്ങൾ പാടാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതിനെൻ്റെ കളിക്കൂട്ടുകാരനോ കൂടിയായ കണ്ണന് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. അതുവരെ ഈ പറഞ്ഞിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലാണ്. ഞാൻ അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ, ഇവിടെ ഇതിനകത്ത് പാടുന്ന മുഴുവൻ ഗായകരും ഒരു ഫാമിലി പോലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ വീട് മാതിച്ചേട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങൾ റിഹേഴ്സലുമായിട്ട് ബന്ധപ്പെട്ട് മിക്ക ദിവസങ്ങളും കൂടുന്നത്. പരിപാടികൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 8 പരിപാടിയോളം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയും കുറച്ച് 6-7 പ്രോഗ്രാംസ് കൂടി ഞങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ പാട്ട് പാടുന്നതിൽ ഉപരി ഞങ്ങളെല്ലാവരും ഒരു വളരെ ആത്മബന്ധത്തിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം എന്നിലെ ഗായകനെ പോളിഷ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ നല്ല നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് തരുന്നത് കൂടി ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള പലപ്പോഴും മധുച്ചേട്ടൻ, അല്ലെ ജോസഫ് ഏട്ടൻ, സുരേഷ് സാറ്, ഉള്ളിയമ്മൻ്റെ ചേട്ടനും കൂടിയാണ്. അപ്പോൾ ഈ യാദൃശ്യമായിട്ടാണെങ്കിലും ഈ ഒരു ട്രൂപ്പിലേക്ക് വരുമ്പോൾ എന്നിലെ ഗായകനെ കൂടി 10 പേര് അറിയത്തക്ക തരത്തിലേക്ക് വളർത്താനും ഒക്കെ പറ്റും. പഞ്ചായത്ത് മേളയിൽ അതുവരെ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരുന്നു. പിന്നെ എൻ്റെ സ്വന്തം ഒരു സംഘടനയായ ചലഞ്ചിൽ ഞാൻ ഓണാഘോഷ പരിപാടിക്കൊക്കെ പാട്ട് പാടിക്കൊണ്ടിരുന്നതാണ്. അതിൽ നിന്നും പെട്ടെന്ന് വലിയൊരു ഇതുപോലുള്ളൊരു ട്രൂപ്പിൻ്റെ ഭാഗമാൻ സാധിച്ചു. അതിന് വളരെ സർവേഷനോടും ഒക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരോടും ഒക്കെ ഉള്ള നന്ദിയുണ്ട്. എന്തുമാത്രമാണ് പറയാനുള്ളത്. പിന്നെ ഈ ട്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു സന്തോഷം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരു ഫാമിലിയായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വോയിസ് ഓഫ് കരൂരിൻ്റെ സീനിയർ കലാകാരനായ സുരേഷ് സാറാണ്. അദ്ദേഹം ഒരു പഞ്ചായത്ത് സെക്രട്ടറിയാണ്. എന്നിട്ടും ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഇടയിൽ വോയിസ് ഓഫ് കരൂരിന് വേണ്ടി പാടാൻ സമയം കണ്ടെത്തിയ അദ്ദേഹത്തെ നമുക്ക് ക്ഷണിച്ചുകൊള്ളാം. പ്രിയമുള്ളവർ നമസ്കാരം. ഔദ്യോഗികമായ ജോലി തിരക്കിനിടയിലും നമ്മുടെ സ്വന്തം കരൂരിൻ്റെ മണ്ണിൽ ഇങ്ങനെ ഒരു ട്രൂപ്പ് രൂപീകരിക്കാനായിട്ട് വളരെ സ്നേഹത്തോടു കൂടി തന്നെ എൻ്റെ സുഹൃത്തുക്കൾ വളരെ
ആർജവത്തോടുകൂടി സമീപിക്കുകയും ഞങ്ങളെല്ലാവരും കൂടെ ഒരേ മനസ്സോടുകൂടി ഏകദേശം 10 പേര് ചേർന്ന് ഈ ട്രൂപ്പ് ഞങ്ങൾ രൂപീകരിച്ചത്. സ്വതസിദ്ധമായ ശൈലിയിൽ കരോക്കെ ഗാനമേളയിൽ പാടിക്കൊണ്ടിരുന്നവരും അതോടൊപ്പം തന്നെ ട്രാക്ക് ഗാനമേളയിലും പാടിക്കൊണ്ടിരുന്ന ഒരു പറ്റ സുഹൃത്തുക്കളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അധികം സംഗീതം അഭ്യർത്ഥിച്ചില്ലെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ പലർക്കും ഇല്ലെങ്കിൽ പോലും എല്ലാവരും വളരെ നന്നായി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സംഗീതത്തിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായി സ്വായത്തമാക്കിയിട്ട് നല്ല ഒരു പരിശീലനവും കൃത്യമായിട്ടുള്ള ഒരു നയസമീപനവും ഇതിൻ്റെ പരിപാടിയിൽ ഞങ്ങൾ കാത്തു സൂക്ഷിക്കാറുണ്ട്. ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായി ഞങ്ങൾ കരുതുന്നത്. എല്ലാ തരത്തിലുള്ള പാട്ടുകളും ഞങ്ങൾ നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഓഡിയൻസിനും നന്നായി മനസ്സിലാകാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാ തരത്തിലുള്ള ആംബിയൻസോടുകൂടി ഞങ്ങൾ ഈ പരിപാടിയിൽ ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാറുണ്ട്. നിങ്ങൾ ഈ പരിപാടികളെല്ലാം നല്ല ഈ പരിപാടികളെല്ലാം തീർച്ചയായിട്ടും പൊതുജനങ്ങൾ നിങ്ങൾ കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്യണം. തീർച്ചയായും നമ്മൾ കരൂരിൽ മാത്രമല്ല ആലപ്പുഴ ജില്ലയിലെ പ്രത്യേകിച്ച് എല്ലാ ഭാഗങ്ങളിലും ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഞങ്ങളിപ്പോൾ തന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വരുന്ന മാസങ്ങളിൽ കൃത്യമായി തന്നെ ഞങ്ങൾക്ക് ധാരാളം പരിപാടികൾ ഞങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് വേദികൾ തന്ന് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളോടൊപ്പം സഹകരിച്ച മുഴുവൻ ഇനി നമുക്ക് ജില്ലാ പോലീസ് ഓഫീസിലെ ഉദ്യോഗസ്ഥനായ സുനീർ സാറിനെ പരിചയപ്പെടാം. പ്രിയമുള്ളവരെ, എൻ്റെ പേര് സുനീർ. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കഴിഞ്ഞ ഓണക്കാലത്താണ് നമ്മുടെ നാട്ടുകാർ ഇതുപോലെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഈ ഒരു വേദി ഞങ്ങൾ വളരെ അഭിമാനകരമായും സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ജീവിതത്തിൻ്റെ ഈ തിരക്കുകൾക്കിടയിൽ നമുക്ക് സന്തോഷിക്കാനും ഒരുമിച്ചിരിക്കാനും കിട്ടുന്നൊരു വേദിയായിട്ടാണ് ഞാനിത് കാണുന്നത്. വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് ഇതുവരെ ഉള്ളത്. ജില്ലയിലെ പല സ്ഥലത്തും നമുക്കിതുപോലെ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കണം. ഓക്കെ. ഇനി നമുക്ക് കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ജോസഫ് സാറിനെ പരിചയപ്പെടാം. നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് ജോസഫ്. ഞാൻ കേരള പോലീസ് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു, സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. കരൂർ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഇങ്ങനെ ഒരു കലാകാരന്മാരുടെ കൂട്ടായ്മ ഉണ്ടായി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്. കാരണം ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തിലും പ്രവർത്തിക്കുന്നതിലുപരി
നാട്ടിലുള്ള ചെറുപ്പക്കാരെ ഒത്തിണക്കി കോർത്തിണക്കിക്കൊണ്ട് ഇങ്ങനൊരു കലാസൃഷ്ടി ഇവിടെ രൂപീകരിച്ച ഈ സംഘടനയിലെ എല്ലാ നല്ലവരായ കൊച്ചു കൊച്ചു കൂട്ടുകാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രോഗ്രാം ഇവിടെ ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതിൽ ഞാനാണ്. ഇങ്ങനെയൊരു പ്രത്യേകിച്ച് ആരും പാട്ട് പഠിച്ചു വരുന്നില്ല എങ്കിൽ അറിയാവുന്ന രീതിയിൽ എല്ലാവരും പരസ്പരം പറഞ്ഞും കേട്ടും ഞങ്ങൾ കുറച്ച് ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പരിപാടിയിൽ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. കരൂർ വോയിസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി നമുക്ക് വോയിസ് ഓഫ് കരൂരിൻ്റെ പ്രിയ കലാകാരിയായ സ്നേഹയെ പരിചയപ്പെടാം. എൻ്റെ പേര് സ്നേഹ സത്യപ്രകാശ്. വോയിസ് ഓഫ് കരൂർ എന്ന ഗാനമേള ട്രൂപ്പിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതിൻ്റെ ഒരു വലിയ മഹാഭാഗ്യമായി ഞാൻ കരുതപ്പെടുന്നു. താങ്ക് യു. ഇനി നമുക്ക് വോയിസ് ഓഫ് കരൂർ ഗാനമേള ട്രൂപ്പിൻ്റെ രൂപീകരണത്തിന് പങ്കുവഹിച്ച രണ്ട് പ്രധാന വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാം. എൻ്റെ പേര് മധു ദാമോദരൻ. ഞാൻ ആക്ച്വലി ഡൽഹിയിലായിരുന്നു. എൻ്റെ ജോലിയും എൻ്റെ ജീവിതമൊക്കെ ഡൽഹിയിലായിരുന്നു. 33 വർഷത്തെ സർവീസ് ജോലിക്ക് ശേഷം ഞാൻ നാട്ടിൽ വന്നു. ഇവിടെ ഒരു വീടൊക്കെ പണിഞ്ഞു. ഇവിടെ നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ കുറച്ച് ഗ്രാമത്തിലുള്ള നമ്മുടെ അടുത്തുള്ള കുറച്ച് സുഹൃത്തുക്കൾ എന്നെ അപ്രോച്ച് ചെയ്യും. ഇതുപോലെ ഒരു ട്രൂപ്പ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ ട്രൂപ്പിലേക്ക് എനിക്ക് താല്പര്യമുണ്ടെന്ന് എൻ്റെ മോള് കുഴപ്പമില്ലാതെ പാടുന്നതുകൊണ്ട് ഞാൻ ആ ട്രൂപ്പിലോട്ട് വരികയും ആ ഓണത്തിനോട് അനുബന്ധിച്ചൊരു പരിപാടി നടത്തുകയും ആ പരിപാടിയിലൂടെ
ആൾക്കാർക്ക് താല്പര്യപ്പെട്ട് നമ്മൾ ആ ഗ്രൂപ്പുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അനുലാൽ ആൻഡ് മധു ദാമോദരൻ. സാർ, എങ്ങനെയാണ് ഈ വോയിസ് ഓഫ് കരൂർ എന്ന ഗാനമേള ട്രൂപ്പ് തുടക്കം കൊണ്ടത്? ആക്ച്വലി എൻ്റെ ജീവിതം ഡൽഹിയിലായിരുന്നു. 33 വർഷമായിട്ട് ഞാൻ ഡൽഹിയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു 2 വർഷമായിട്ട് ഞാൻ നാട്ടിൽ സെറ്റിലായി. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ അപ്രോച്ച് ചെയ്തു, ഇതുപോലൊരു ഗാനമേള നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, മോള് പാടും, അതുകൊണ്ട് മോളെ വിടണം എന്ന് പറഞ്ഞ ഒരാഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും രണ്ട് കൈയും വെച്ച് അവരെ സ്വീകരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞുള്ളൊരു പ്രോഗ്രാമിൽ നമ്മളിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആ പ്രോഗ്രാം വൻ വിജയമായി തീർന്നു. അതിനുശേഷം ഈശ്വര കടാക്ഷത്താൽ നിരവധി പ്രോഗ്രാം ആലപ്പുഴ ജില്ലയിൽ പല ഭാഗത്തും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട് ഞാൻ കണ്ണന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. താങ്ക് യു. ആക്ച്വലി മധുചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ് വോയിസ് ഓഫ് കരൂർ എന്നുള്ള ഗാനമേള ട്രൂപ്പ് ഫോം ചെയ്യാനുള്ള പ്രധാന കാരണം ഞാനും പിന്നെ ഇന്നിവിടെ എത്തിയിട്ടില്ല റിയാസ് എന്ന് പറഞ്ഞ ആളാണ്. കഴിഞ്ഞ ഈ ഓണത്തിന് 1 മാസം മുമ്പ് ഞാൻ റിയാസുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തുകയും അപ്പോൾ റിയാസ് പറഞ്ഞ ഒരു ഗാനമേള ട്രൂപ്പ് നമുക്ക് ഈ കരൂർ എന്നുള്ള പ്രദേശത്ത്, അതായത് കൊച്ചു ഗ്രാമത്തിൽ നിന്നൊരു ഗാനമേള ട്രൂപ്പ് വരണമെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാ കലാകാരന്മാരും നാട്ടിൽ തന്നെ ഉള്ളവരാണ്. അവരെ നമ്മൾ സെലക്ട് ചെയ്ത് അവരെ കൊണ്ടുവന്ന് പാടിച്ച് ട്രയൽ നോക്കി, അതായത് മോക്ക് സെഷൻ നടത്തിയിട്ടാണ് ഒരു ജഡ്ജിങ് പാനൽ തന്നെ വെച്ചിട്ടൊരു ഗാനമേള ട്രൂപ്പ് ഫോം ചെയ്തു. ദൈവം സഹായിച്ചിട്ട് കരൂർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ആദ്യത്തെ പരിപാടി, നമ്മുടെ മയിൽപ്പേലി നഗറിൽ നടന്ന പരിപാടി ഗംഭീര വിജയമായിരുന്നു. നാട്ടുകാർ ഒന്നടങ്കം സ്വീകരിച്ചു. അതിനുശേഷം നമുക്ക് 10-15ഓളം വേദികൾ കിട്ടി. ശ്രീ അയ്യപ്പൻ്റെ മണ്ണിലാണ് നമ്മൾ ആദ്യമായിട്ടൊരു ഗാനമേള ഒരു ഉത്സവവേദിയിൽ പാടിയിരിക്കുക. അവിടെ നിന്ന് കിട്ടിയ ഒരു വല്ലാത്തൊരു വൈബായിരുന്നു. ആ ഒരു നാട്ടുകാർ നമ്മളെ കയ്യിലെടുത്തു എന്ന് തന്നെ വേണം. പിന്നെ അങ്ങോട്ട് വെച്ചടി കയറ്റമായിരുന്നു. ഇപ്പം ഈ നിമിഷം വരെ നിൽക്കുമ്പോൾ തന്നെ ഏറെ അഭിമാനം. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട്, എല്ലാവരും ഔദ്യോഗികമായ തിരക്കിലുള്ളവരാണ്, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും പാട്ടിനെ ആസ്വദിക്കുന്നവരും പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരെ എല്ലാവരും ഒരു കുടുംബം പോലെ കൊണ്ടുപോകാൻ മധുചേട്ടൻ്റെ വീട് തന്നെ നമുക്ക് തന്നിട്ടിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ട്രയൽ എടുക്കുകയും പുതിയ പാട്ടുകൾ പാടുകയും ഗെറ്റ് ടുഗദർ നടത്തുകയും ഇനി ഞങ്ങൾ 10-15ഓളം പരിപാടികളുണ്ട്. ഞങ്ങളുടെ പരിപാടികൾ വീണ്ടും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ വേണ്ടി നാട്ടുകാരുടെ എല്ലാ സപ്പോർട്ടും തന്നെ ഉണ്ടാകണം. ദൈവത്തിന് മാത്രം നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും നാട്ടുകാർക്ക് നല്ലൊരു നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിൽ ആങ്കറായിട്ട് വന്നിരിക്കുന്ന ദേവേന്ദ്രൻ പവനൻ വോയിസ് ഓഫ് കരൂരിൻ്റെ ഒരു അസാധ്യമായിട്ടൊരു പ്ലേബാക്ക് സിംഗറാണ്. അടുത്തായി നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് ദേവേന്ദ്രൻ പവനാണ്. എങ്ങനെയാണ് ദേവേന്ദ്രൻ താങ്കൾ ഈ ഒരു പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ആയത്? അത് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു പാട്ട് പാടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ വോയിസ് ഓഫ് കരൂരിലെ കലാകാരന്മാരത് കണ്ടിട്ടാണ് എന്നെ അത് വിളിച്ചത്. ആ ഒരു പോയിൻ്റ് ഓഫ് ലൈഫ് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായ ഗാനമേളകളാണെങ്കിൽ എന്തായാലും എനിക്ക് കൂടുതൽ ലൈവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കൂടുതൽ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തിയെന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഒരു ഗാനമേള ട്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ ഭയങ്കര ലക്കി ആയിട്ടാണ് ഞാൻ എന്നെ തന്നെ കൺസിഡർ ചെയ്തത്. ഇതെന്നെ വിളിച്ചതിൽ ഞാൻ നിങ്ങൾക്കാണ് ഏറ്റവും വലിയൊരു നന്ദി പറയേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കുടുംബം പോലെ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ആണെങ്കിലും പാട്ട് പാടുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും എനിക്കത് അതിനുള്ള ഫീഡ്ബാക്ക് തന്ന് എന്നെ റെക്ടിഫൈ ചെയ്ത് എന്നെ ഇത്രയും വലിയൊരു കലാകാരിയാക്കി മാറ്റിയ നിങ്ങൾക്ക് ഞാൻ വലിയൊരു താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുന്നു.